ഫ്രണ്ട്സ്, ഞാനിന്ന് നമ്മളെ വെള്ള കടല വെച്ചിട്ട് ചന ചില്ലിയാണ് ഉണ്ടാക്കണേ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വിഭവം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് വെള്ള കടലയാണ്. നമ്മൾ പുട്ടിൽക്കൊക്കെ കറി വെക്കാനൊക്കെ ഉപയോഗിക്കൂലേ, ആ ഒരു കടലയാണ് കേട്ടോ അത്. ഇനി ഇത് 8 മണിക്കൂർ നമുക്ക് കുതിർത്ത് വെക്കണം. അതിനുശേഷം കുക്കറിലിട്ടിട്ട് ഉപ്പും ചേർത്ത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക. വേവിച്ച് നന്നായിട്ട് കുഴഞ്ഞു പോകരുത്, എന്നാൽ വേവും വേണം. ആ ഒരു പരുവത്തിലാണ് നമുക്കിത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ അത് ഏകദേശം 1 കപ്പോളം ഉണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു മുട്ടയുടെ പകുതി നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ മുട്ടയും മുളക് പൊടിയും കൂടെ ഈ കടലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുക. അപ്പോൾ ഇനി ഇതിൽ ഉപ്പില്ല എന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചേർക്കണില്ല, കാരണം ഇതിൽ എനിക്ക് അത്യാവശ്യം ഉപ്പുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കോൺഫ്ലവർ ആണ്. അപ്പോൾ ഈ കോൺഫ്ലവർ ഇതിലേക്ക് ചേർത്ത് ഈ കടലയിൽ നന്നായിട്ട് പൊതിയണ വിധത്തിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ നമുക്കിതിലേക്ക് വേണ്ടി വരും. അപ്പോൾ കുറേശ്ശെ ഇട്ട് ഇതുപോലെ ഇങ്ങനെ തട്ടിക്കൊടുത്ത് ഈ കടലയിൽ നന്നായിട്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അതുവരെ നമുക്ക് ഈ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കണ്ടോ, നന്നായിട്ട് ഈ കടലയിൽ കോൺഫ്ലവർ പൊതിഞ്ഞിരിക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം. ഇനി കടല ഇട്ട് കൊടുത്ത് അപ്പം തന്നെ ഇത് ഇളക്കി കൊടുക്കരുത്. കടല ഇട്ട് കൊടുത്ത് 1 മിനിറ്റിന് ശേഷം നമുക്കിത് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്യാം. എല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊക്കെ ഞാനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു സോസ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് ചൂടാക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ വേണ്ട, ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിലും നമുക്കിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളി ചേർക്കുന്നത് ഈ ഒരു സോസിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്നത് സവാളയാണ്. സവാള ഒരു 3 ടേബിൾ സ്പൂണോളം ചെറുതായി മുറിച്ചെടുത്ത സവാള ചേർക്കാം. ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ പഞ്ചസാരയാണ്. അപ്പോൾ നമ്മളിതിലേക്ക് സോസൊക്കെ ചേർക്കണതുകൊണ്ട് അതിൻ്റെ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് സോയാ സോസാണ്. സോയാ സോസ് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ കെച്ചപ്പോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസോ കെച്ചപ്പോ ചേർക്കാം. പിന്നെ വേണ്ടത് ചില്ലി സോസ്. ചില്ലി സോസ് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂണാണ് ചേർക്കണേ. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ മുറിച്ചെടുത്തത് ചേർക്കാം ഈ ഒരു സമയത്ത്. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു 3/4 കപ്പോളം നമ്മുടെ ക്യാപ്സിക്കം മുറിച്ചെടുത്തതാണ്. അത് കുഞ്ഞാക്കി മുറിച്ചെടുത്തതാണ്. 2 കളർ എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് രണ്ടും കൂടെ ഒരു 3/4 കപ്പോളം ഉണ്ട്. ഈ ക്യാപ്സിക്കം ചേർത്തതിന് ശേഷം ഒരു 2-3 സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് തിളച്ച് വരുമ്പോൾ എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കണേ. അപ്പോൾ എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1/4 കപ്പോളം മല്ലിയില ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. പക്ഷേ ഈ മല്ലിയില ഇതിലേക്ക് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് മല്ലിയില ചേർക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിൽ മല്ലിയിലൊന്നും ചേർക്കില്ല, സ്പ്രിംഗ് ഒണിയനാണ് ചേർക്കുക. അപ്പോൾ ഈ മല്ലിയിലയുടെ ഫ്ലേവർ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചനാ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി വീണ്ടും അടുത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസുമായി വരുന്നത് വരെ താങ്ക് യു.